ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള 2 ട്രാൻസ്ഫർ അപ്ഡേറ്റ് ആണ് നമ്മൾ വീഡിയോയിലൂടെ പങ്കുവെക്കാൻ പോകുന്നത്. ഇപ്പോൾ കേരളത്തിൻ്റെ റിപ്പോർട്ടറായ ആശിഷ് നെഗി ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ് തൻ്റെ യൂട്യൂബ് ലൈവിലൂടെ പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ പറയുന്ന 2 ട്രാൻസ്ഫർ അപ്ഡേറ്റ് എന്തെന്ന് വെച്ചാൽ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വിദേശ താരങ്ങളായ ക്വാമെ പെപ്ര അതുപോലെ ജോഷുവ സുട്ടീരിയോയുടെ കാര്യത്തിൽ ബ്ലാസ്റ്റേഴ്സ് അത്ര ഇംപ്രസ്ഡ് അല്ല. മീൻസ് അവരെ ഈ സീസണിൽ ടീമിനോടൊപ്പം നിലനിർത്താൻ താല്പര്യമില്ല. അതിലെ ജോഷുവ സുട്ടീരിയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ താരത്തെ ഓഫ് ലോഡ് ചെയ്യാനാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ തീരുമാനം. താരത്തെ പിരിച്ചുവിടാൻ ക്ലബ്ബിൽ നിന്ന് ഒഴിവാക്കാനാണ് ബ്ലാസ്റ്റേഴ്സ് തീരുമാനിക്കുന്നതാണ് റിപ്പോർട്ട്. ഇനി പെപ്രയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ പെപ്രയെ ലോൺ ഔട്ട് ചെയ്യാൻ കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും ക്ലബ്ബിൽ കിട്ടിയ ക്ലബ്ബ് ഇൻട്രസ്റ്റ് കാണിച്ച പെപ്രയെ ബ്ലാസ്റ്റേഴ്സ് ലോൺ ഔട്ട് ചെയ്തേക്കാം. ചിലപ്പോൾ നമ്മുടെ മിക്കാൽ സ്റ്റാരയുടെ സിസ്റ്റത്തിനോട് യോജിച്ച പ്ലെയർ ആയിരിക്കില്ല. സ്റ്റാരയ്ക്ക് അത്ര ഇമ്പ്രസ് ആയിട്ടുണ്ടാവില്ല. എന്നാൽ ഈ പ്രീ സീസണിലൊക്കെ പെപ്രയുടെ സ്റ്റാറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ഒരു ഗുഡ് സ്റ്റാറ്റ്, ഗോൾ അടിക്കേണ്ട അസിസ്റ്റൊക്കെ ചെയ്യുന്നുണ്ട്. ഗോളൊക്കെ എല്ലാ മത്സരത്തിലും തുടർച്ചയായി അടിക്കുന്നതായിട്ടുള്ള നമുക്ക് സ്റ്റാറ്റും കാര്യങ്ങളൊക്കെ നോക്കിയാൽ കിട്ടുന്നുണ്ട്. അപ്പോൾ താരത്തിൻ്റെ പ്രകടനം ചിലപ്പോൾ കോച്ചിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. ഗോൾ അടിക്കുന്നുണ്ടെങ്കിലും കോച്ചിൻ്റെ സിസ്റ്റത്തിനനുസരിച്ചുള്ള പ്ലെയർ ആവശ്യമുണ്ടാവും. അപ്പോൾ അങ്ങനെ വരാത്തതുകൊണ്ടാണോ ഇനി അറിയില്ല. ഇപ്പോൾ ആശിഷ് നെഗിയുടെ റിപ്പോർട്ടാണ്, നമുക്ക് പറയാൻ സാധിക്കില്ല. ഒരു പക്ഷേ പെപ്ര നിൽക്കാനുള്ള സാധ്യതകളും തള്ളിക്കളയാൻ സാധിക്കില്ല. അപ്പോൾ എന്തായാലും ജോഷുവ സുട്ടീരിയെ ഓഫ് ലോഡ് ചെയ്യാനാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ തീരുമാനം എന്നൊക്കെയാണ് ആശിഷ് നെഗി പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളൊരു ഒപ്പീനിയൻ എന്തായാലും കമൻറ്റായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുക. വീഡിയോ അവസാനിക്കുകയാണ്. നെക്സ്റ്റ് വീഡിയോ വീണ്ടും കാണാം. അതുവരെയും ബൈ.